മദ്യനയ കേസിൽ ഇഡി അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി ഇന്ന് വിചാരണ കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം സിബിഐ കസ്റ്റഡിയിലുള്ള കെ കവിതയെ ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാതി. ഗുഡ് മോർണിംഗ് കാവ്യ. വളരെ പ്രധാനപ്പെട്ട കോടതികളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അതിനപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിൽ നിർണായകമാണ് ഇന്നത്തെ ദിനമെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. തീർച്ചയായും കാവ്യ, അങ്ങനെ തന്നെ കണക്കാക്കണം. ആം ആദ്മി പാർട്ടിക്കും ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയിൽ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ED അറസ്റ്റിനെതിരെയാണ് ദില്ലി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ജാമ്യ ഹർജി നൽകിയത്. എന്നാൽ ആ ഹർജി ED അറസ്റ്റിനെ ശരിവെച്ചുകൊണ്ട് ദില്ലി ഹൈക്കോടതി ആ ഹർജി തള്ളുകയായിരുന്നു. അതിനെതിരായ ഹർജിയാണ് സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും ഏറ്റവും നിർണായകമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടി ഈ EDയുടെ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ED അവരുടെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് വീണ്ടും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ശരിവെച്ചുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി തള്ളിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന EDയുടെ ആരോപണം ഒരു വശത്ത് ശക്തമാവുകയാണ്. അതേസമയം മറുവശത്ത് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിൽ EDക്കെതിരായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ MP കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് അടക്കം ഈ വിഷയത്തിൽ വലിയ ഗൗരവകരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൊടും കുറ്റവാളികൾക്ക് നേരെ ഉണ്ടാവാത്ത നടപടികളാണ് ED അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തുന്നതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ സഞ്ജയ് സിംഗ് ഉന്നയിച്ചിരുന്നു. കുടുംബത്തെ കാണാൻ പോലും കെജ്രിവാളിനെ അനുവദിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതിനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മറ്റൊരു വിഷയം കാവ്യ പറഞ്ഞത്, മനീഷ് സിസോദിയുടെ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. അതുപോലെ തന്നെ ED അറസ്റ്റിൽ അല്ലെ CBI കസ്റ്റഡിയിലുള്ള കവിതയുടെ ഹർജിയും ഇന്ന് റോസ് അവന്യൂ കോടതി ഇന്ന് പരിഗണിക്കും. ആ വിഷയത്തിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള വിധിക്കായി കാത്തിരിക്കുകയാണ് കാവ്യ. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നും ഈ വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. വലിയ നിർണായകമായ തീരുമാനമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കെജ്രിവാളിന്റെ കാര്യത്തിൽ, മനീഷ് സിസോദിയയുടെ കാര്യത്തിൽ, BRSനെ സംബന്ധിച്ച് കെ കവിതയുടെ കാര്യത്തിലൊക്കെയും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് കോടതികളിൽ നിന്ന് ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു.